എന്തിന്, എങ്ങനെ അവരെ അറസ്റ്റ് ചെയ്തു എന്നതിന്റെ മുഴുവൻ ഡീറ്റെയിൽസും പഠിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഇതുവരെ കേസ് ചാർജ് ചെയ്തിട്ടില്ലാത്തതുകൊണ്ടും കോടതിയിൽ അവരെ ഹാജരാക്കാത്തതുകൊണ്ടും അവരെ ഇപ്പൊ തന്നെ പറഞ്ഞയച്ചേ പറ്റൂ. Who are you? Just pick the call. You'll get all the answers for your questions. ഹലോ. അതെ സാർ. ഇല്ല സാർ. പിന്നെ ചാർജ് എടുത്തിട്ടില്ല സാർ. ഓക്കെ ഓക്കെ സാർ. ഓക്കെ. എന്താ സർ, ഗിരീഷ് മാഷിനെ കോടതിയിൽ ഹാജരാക്കാൻ പോവാണോ? കേസ് രജിസ്റ്റർ ചെയ്യണ്ടെന്നാ മോളിൽ നിന്നുള്ള ഓർഡർ. റഹീമേ. സാർ. ദേവിക ടെൻഷൻ ആവണ്ട. ഞാനുള്ളപ്പം നന്ദനോ നന്ദന്റെ ബന്ധുക്കൾക്കോ ഒരു കുഴപ്പം വരാൻ ഞാൻ സമ്മതിക്കില്ല. ഇനിയിപ്പോ ദേവികയ്ക്ക് ഒരു ആവശ്യം വന്നാലും ഞാൻ ഉണ്ടാവൂട്ടോ. നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞല്ലേ? ജയിച്ചു നിൽക്കുന്ന ആളെയല്ലേ തോൽപ്പിക്കേണ്ട കാര്യമുള്ളൂ. ഓൾറെഡി തോറ്റു നിൽക്കുന്നവരെ പിന്നെ പ്രത്യേകിച്ച് ഞാൻ തോൽപ്പിക്കണോ? നിങ്ങൾ രക്ഷപ്പെട്ടല്ലോടാ. മോളിൽ നിന്ന് ഉത്തരവ് വന്നു നിങ്ങളെയൊക്കെ ഇറക്കി വിടാൻ. ആരാണ് സർ? MLA ദേവിക ഇടപെട്ടിട്ടാണോ? MLA ഒന്നുമല്ല, അതിനും മുകളിലുള്ള ആളാ. MLAയുടെ ഭർത്താവിന്റെ ഫ്രണ്ട് ഇസബെല്ല. ഇറക്കി വിടറോ? സാർ. മാഡം ഇപ്പൊ തന്നെ അവരെ റിലീസ് ചെയ്തിട്ടുണ്ട്. ഓ, താങ്ക് യു സോ മച്ച്. ഞാൻ ഇസബെല്ല. See you again. ദേവിക, ഞാൻ ഇറങ്ങാം. ഓക്കെ, താങ്ക് യു സർ. മാഡം, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് ആ കുട്ടി ചെയ്തത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറഞ്ഞാൽ അനുസരിക്കാനേ എന്നെപ്പോലുള്ള പോലീസുകാർക്ക് പറ്റൂ. MLA എന്ന പദവി ഉണ്ടായിട്ട് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഷ്ടമാണ് മാഡം. MLAക്ക് സാധിക്കാത്തത് നന്ദന്റെ ഫ്രണ്ടിന് സാധിച്ചു. ഇസബെല്ല അല്ലേ?